ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റും അതുപോലെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസും കണക്കുകളൊക്കെ ഗവൺമെന്റ് ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കണക്കുകളൊക്കെ സത്യാവസ്ഥ എന്താണ്? അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണമായിട്ടുള്ള ക്രൈംസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള ക്രൈംസ് ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനിപ്പോൾ പോലീസും എക്സൈസും മാത്രമല്ല ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയും അതുപോലെ തന്നെ കയ്യോടെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെയാണ് ഈ നാട്ടുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. ഒറ്റക്കെട്ടായി വേറെ ഒന്നും ചിന്തിക്കാതെ സമൂഹത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ, നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡ്രഗ് യൂസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഡാറ്റാസുകൾ പറയുന്നത് 5 ദിവസത്തിനുള്ളിൽ 360 കേസസും 368 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ചന്റെ ഉള്ളിൽ 4228 കേസസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷെ ഇതിൽ നോക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന ഭൂരിപക്ഷം കേസുകളിലും അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ചെറിയൊരു എമൗണ്ട് കയ്യിൽ വെച്ചതാണ്. ചെറിയ എമൗണ്ട് വെക്കുന്നതും കുറ്റകരം തന്നെയാണ്. പക്ഷെങ്കിൽ ഈ ചെറിയ എമൗണ്ട് അടിച്ച് കിറങ്ങി കിടക്കുന്ന ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാകുക. എത്ര കരിയേഴ്സിനാ മെയിൻ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടി വിശദമാക്കണം പോലീസ് റിപ്പോർട്ടുകളിൽ. അതുപോലെ തന്നെയാണ് ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഈ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ പോയ എത്ര പേരുണ്ട്? ഈ 5 ദിവസം കൊണ്ട് 368 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്, അതിൽ എത്ര പേർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്? എത്ര പേർ ഇപ്പൊ റിമാൻഡ് ചെയ്തിട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്നുണ്ട്? ആ റിപ്പോർട്ടും കൂടി, ആ ഒരു കാറ്റഗറിയും കൂടി ഈ റിപ്പോർട്ടിന്റെ പരം പോലീസ് തരണം, പബ്ലിക്കിന് കൊടുക്കണം. അല്ലാതെ ഇത്ര പേര് അറസ്റ്റ് ചെയ്തു എന്ന് മാത്രം പറയുന്നതല്ല, എത്ര പേര് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്, എത്ര പേർ ജാമ്യം കിട്ടി വെളിയിൽ പോയിട്ടുണ്ട് എന്നും കൂടി പോലീസ് അറിയിക്കേണ്ടതാണ്. അല്ലാതെ ചുമ്മാ ഇത്ര പേര് നമ്മൾ അറസ്റ്റ് ചെയ്തു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമില്ല. പോലീസും എക്സൈസും ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടുകാരും ഒരുമിച്ച് എല്ലാവരും കൂടി സഹകരിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യത്തിൽ വരുന്നു, അന്നേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ട് ജാമ്യത്തിൽ വരുന്നു. അതിനെ കൊണ്ട് എന്താണ് ഉപകാരം? അറസ്റ്റ് ചെയ്തിട്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതുപോലത്തെ ഇൻസിഡൻസ് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ നാർക്കോട്ടിക്കിൽ അറസ്റ്റ് ചെയ്ത വ്യക്തികളെ ജാമ്യം നൽകി വിട്ടിട്ട് അവർ വീണ്ടും കോടതിയിലേക്ക് എത്തുകയാണ്, സെയിം കേസ് ആയിട്ട്. ഒരാളെ MDMA കഞ്ചാവോ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിൽ കാണാം ആ വ്യക്തിയുടെ ഫോട്ടോവും ആ വ്യക്തി കടത്തിയ സാധനത്തിന്റെ ഫോട്ടോവും, ഇത്ര കിലോ കടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും. അത്രേ ഉള്ളൂ. ആരയാൾക്ക് കൊടുത്തു, എങ്ങനെ അത് വന്നു, ഇനി ആർക്ക് പോകുന്നു, ഈ ഒരു കാര്യത്തിനെ പറ്റിയുള്ള ആൻസർ ആർക്കുമില്ല. അത് എന്തുകൊണ്ടാണ്? രാഹുൽ മാൻകൂട്ടത്തിൽ പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസിനായാലും എക്സൈസിനായാലും ഇതിന്റെ പിറകെ പോകാൻ പേടിയാണ്, ഭയമാണ്. കാരണം കുടുംബവും ഒക്കെ ഉള്ള ഒരു ഭയം തന്നെയാണ്. കാരണം സ്വന്തം ജീവനിൽ ഭയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. പക്ഷെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാൻകൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വലിയൊരു റാക്കറ്റാണ്, വലിയൊരു മാഫിയാണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ട്, അതിലൊരു സംശയം വേണ്ട. എന്നാൽ ഈ ഒരു പോലീസിന്റെ അടുത്തോ അല്ലെങ്കിൽ എക്സൈസിന്റെ അടുത്തോ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ലാത്തി, പിന്നെ കുറച്ച് പോലീസുകാരുടെ അടുത്ത് പിസ്റ്റലും. ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഹൈലി അഡ്വാൻസ്ഡ് വെപ്പൺസ് യൂസ് ചെയ്യുന്ന മാഫിയയുടെ മുന്നിലേക്ക് പോകുന്നത് എന്നൊരു കാര്യം പോലീസുകാർ ചിന്തിക്കുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യേണ്ടത് ഇവരെ എക്യൂപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ ഇവരെ കയ്യിലും കൊടുക്കണം. കാരണം എന്നാലേ അവർക്ക് അപ്പുറം പോയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ വലിയ മാഫിയയുടെ കൂടെ കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെയും അതുപോലെ തന്നെ അഡ്വാൻസ് ആക്കിയിട്ട് വെൽ എക്യൂപ്ഡ് ആക്കി വെക്കണം, പോലീസിനെയും എക്സൈസിനെയും ഒക്കെ. അതിലേക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ വെറും ഇതുപോലുള്ള കണക്കുകൾ പുറത്തു വിട്ടുകൊണ്ട് ഒരു കാര്യവുമില്ല. അവരെ എത്രയും പെട്ടെന്ന് എക്യൂപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവായി തോന്നിക്കാനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.